പ്രേക്ഷകർക്കും ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂർ തുടങ്ങുകയാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ ജനങ്ങളുടെ ഇടപെടൽ, പ്രേക്ഷകരുടെ ഇടപെടലാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ ജീവനും ആത്മാവും. അപ്പോൾ നമുക്ക് തുടങ്ങാം. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്തയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. ചലച്ചിത്ര മേഖലയിലെ ലൈംഗിക ആരോപണങ്ങളിൽ പരാതി ലഭിക്കാതെ അന്വേഷണമില്ല എന്ന നിലപാട് സർക്കാർ തിരുത്തിയിരിക്കുന്നു. ആരോപണങ്ങൾ പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെ തന്നെ സർക്കാർ നിയോഗിച്ചു കഴിഞ്ഞു. നിയമ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ നീക്കം. മുഖ്യമന്ത്രിയും സംസ്ഥാന പോലീസ് മേധാവിയും അല്പം മുമ്പ് കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ തത്സമയം ചേരുന്നു. ഷഫീദ്, പറയൂ വിശദാംശങ്ങൾ. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള നീക്കത്തിലേക്ക് കടക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് പുറത്തു വന്നതിന് പിന്നാലെ അതിൽ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ നിയമപരിശോധന നടത്തുന്നില്ല എന്നുള്ള ആക്ഷേപം ശക്തമായിരുന്നു. സംസ്ഥാന സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണെന്ന് പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴൊക്കെ സംസ്ഥാന സർക്കാർ പറഞ്ഞത് പേരില്ല, സ്ഥലമില്ല, തെളിവുകളില്ല, ആരും പരാതിയുമായി രംഗത്തെത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇക്കാര്യത്തിൽ നിയമ നടപടിക്ക് സാധ്യതയില്ല എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. പക്ഷേ അടുത്ത ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വളരെ പ്രധാനപ്പെട്ട പൊസിഷനിലിരിക്കുന്ന ആളുകൾക്കെതിരെ, പ്രത്യേകിച്ച് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്ത്, അതേപോലെ തന്നെ സിദ്ദീഖ്, AMMയുടെ ചുമതലയുണ്ടായിരുന്ന സിദ്ദീഖ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ആക്ഷേപം ഉയർന്നു. ഈ ആക്ഷേപത്തിന്റെ അടക്കം സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ പുതിയൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. SK ഇന്ന് മുഖ്യമന്ത്രിയും സംസ്ഥാന പോലീസ് മേധാവിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ പ്രത്യേക അന്വേഷണ സംഘം, സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണ പരാതികൾ അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിശ്ചയിക്കാൻ അല്ലെങ്കിൽ രൂപീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് രഹസ്യമായിട്ടെങ്കിലും ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ, നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക്, അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട അവസരം നൽകുകയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന കാര്യം. അവർക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘവുമായി ബന്ധപ്പെടാം. അതേസമയം ഈ പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ എല്ലാ തരത്തിലുള്ള ആക്ഷേപങ്ങളും പരിശോധിക്കും. അതായത് ഈ ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകളുമായി പോലീസ് സംഘം, സംസ്ഥാന സർക്കാരിൻ്റെ സംഘം തന്നെ ബന്ധപ്പെടും. അവർക്ക് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള വിവരം തേടും. അങ്ങനെ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള അസിസ്റ്റൻസും, എല്ലാ തരത്തിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊന്ന്, ഇവർ അന്വേഷിക്കുന്ന ആരോപണങ്ങൾ, അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉയർന്ന ആരോപണങ്ങൾ എന്നുള്ളത് ആദ്യഘട്ടത്തിലില്ല. അത് രണ്ടാം ഘട്ടത്തിൽ ഒരുപക്ഷെ വരും മണിക്കൂറുകളിലെ സുപ്രധാനമായ ഒരു തീരുമാനമോ ആയിരിക്കാം. സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്ന ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം, ഈ ഏതെങ്കിലും തരത്തിൽ പരാതികളുമായി മുന്നോട്ട് വരുന്നവർക്ക് സുരക്ഷിതത്വത്തോടുകൂടി അല്ലെങ്കിൽ സുരക്ഷിത ബോധത്തോടുകൂടി അവർക്ക് പരാതി നൽകാനുള്ള അവസരം അതുണ്ടാക്കുകയാണ്. ഇത് കൃത്യമായ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് നിയമോപദേശം നൽകിക്കഴിഞ്ഞു. ആ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രത്യേക സംഘം, സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത്തരം വിഷയങ്ങൾ, ഇത്തരത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ, ഈ പരാതികളടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയും ചെയ്യും. SK ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നത്. മുഖ്യമന്ത്രിയും DGPയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. നിയമപരമായ വശങ്ങൾ സർക്കാർ പരിശോധിക്കുന്നില്ല എന്ന പരാതിക്ക് അറുതിയാകുന്നു എന്ന് വേണം വരുത്താൻ. കടുത്ത നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ആരോപണങ്ങൾ ഒന്നൊന്നായി ഇഴകീറി പരിശോധിക്കുമെന്ന വാർത്തയാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ പ്രതികരിച്ചിട്ടുള്ള സംഭവങ്ങളിലും അന്വേഷണം ഉണ്ടാകും എന്ന രീതിയിലുള്ള വാർത്തകൾ തലസ്ഥാന നഗരിയിൽ പ്രചരിക്കുന്നു. മാത്രമല്ല, ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ, അത് എത്ര ഉന്നതരുടേതായാലും ആരോപണങ്ങൾ അന്വേഷിക്കുവാൻ പ്രത്യേക സംഘത്തെ കൂടി നിയോഗിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു കുറിപ്പ് കൂടി വരുന്നുണ്ട്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില വനിതകൾ തങ്ങൾക്ക് പ്രസ്തുത മേഖലയിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന ദുരനുഭവങ്ങൾ വിവരിക്കുന്ന അഭിമുഖങ്ങളും പ്രസ്താവനകളും വന്നത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു ചേർത്തു. ഇത്തരം പരാതികളും വെളിപ്പെടുത്തലുകളും സംബന്ധിച്ച് അന്വേഷിക്കാൻ പോലീസ് IG സ്പർജൻ കുമാറിൻ്റെ നേതൃത്വത്തിൽ ഉയർന്ന വനിതാ പോലീസ് ഓഫീസർമാർ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ തീരുമാനിച്ചുവെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നു. പ്രസ്തുത സ്പെഷ്യൽ ടീമിന് ക്രൈംബ്രാഞ്ച് ADGP S വെങ്കടേഷ് മേൽനോട്ടം വഹിക്കും. അന്വേഷണ സംഘങ്ങൾ ഇവരാണ്: G സ്പർശൻ കുമാർ IGP, ശ്രീമതി S അജിത ബീഗം DIG, മെറിൻ ജോസഫ് SP ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സ്, G പൂങ്കുഴലി AIG കോസ്റ്റൽ പോലീസ്, ഐശ്വര്യ ഡോങ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ. അതുപോലെ കേരള പോലീസ് അക്കാദമിയിലെ ആണ് ഐശ്വര്യ ഡോങ്കറെ. അതുപോലെ V അജിത് AIG ലോ ആൻഡ് ഓർഡർ,
അതുപോലെ എസ് മധുസൂദൻ SP ക്രൈംബ്രാഞ്ച്, ഇവരാണ് ഈ അന്വേഷണ പ്രത്യേക സംഘമാണ് ഈ പരാതികളെല്ലാം അന്വേഷിക്കുന്നത്. എന്തായാലും ഇതിനുള്ള തീരുമാനമായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ആരോപണങ്ങൾ കൂടി അന്വേഷിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 കൊല്ലം പുറത്തുവിട്ടില്ല എന്ന പരാതി ഉയരുന്ന വേളയിൽ, സംസ്ഥാന സർക്കാരിൻ്റെ അനങ്ങാപ്പാറ നയമാണ് എന്ന് പരാതികൾ ഉയരുന്ന വേളയിലാണ് ഇത്തരമൊരു സംഘത്തെ നിയോഗിക്കാൻ സംസ്ഥാന സർക്കാർ അല്പം മുമ്പ് തീരുമാനിച്ചതും അതനുസരിച്ചുള്ള ഉത്തരവ് പുറത്തിറങ്ങുന്നതും. മുഖ്യമന്ത്രിയും DGPയും നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഷഫീദ് റാവുത്തർ വീണ്ടും നമുക്കൊപ്പം ചേരുന്നു. ഷഫീദ്, ഒരുപക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിൽ ഉണ്ടാകും എന്ന രീതിയിൽ വരുന്ന വാർത്തകൾക്ക് അടിസ്ഥാനമുണ്ടോ? അങ്ങനെയുമുണ്ട്. അതായത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ആരായാലും, അല്ലെങ്കിൽ അതിലിപ്പോൾ ഉൾപ്പെടാത്ത ആളുകളാണെങ്കിൽ കൂടി, അവർ ഏത് പ്ലാറ്റ്ഫോമിലോ ഏത് സമൂഹ സദസ്സുകളിലോ ഉന്നയിച്ച ആരോപണങ്ങൾ അതിൽ പരിശോധന നടത്തുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിലപാട് മാറ്റമായി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും. നേരത്തെ നിയമ നടപടികൾക്ക് സാധ്യതയില്ല എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ആദ്യ നിലപാടെങ്കിൽ, പിന്നീട് സംസ്ഥാന സർക്കാരിനുണ്ടായ സമ്മർദ്ദം അത് ചെറുതല്ല. അതുകൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളിലും സംസ്ഥാന സർക്കാർ നിലപാട് മാറ്റം ഇപ്പോൾ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിക്കുന്നത്. ഇപ്പോൾ ഇപ്പോൾ അല്പസമയം മുമ്പ് പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. സംഘത്തിൽ 4 വനിതാ IPS ഓഫീസർമാരുണ്ട്. ക്രൈംബ്രാഞ്ച് ADGP എച്ച് വെങ്കടേഷ് മേൽനോട്ടം വഹിക്കുകയും ചെയ്യും. ഏതായാലും പരാതികൾ, വെളിപ്പെടുത്തലുകൾ അടക്കമുള്ള കാര്യങ്ങൾ അത് സംഘം പരിശോധിക്കും. അത് പ്രത്യേകമായി തന്നെ പരിശോധിക്കും. പ്രത്യേകിച്ച് ലൈംഗിക ചൂഷണ പരാതികളിൽ പ്രത്യേക ശ്രദ്ധയും പ്രാഥമിക പരിഗണനയും കൊടുത്തുകൊണ്ടുള്ള ഒരു പരിശോധനയായിരിക്കും പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുക. ഏതായാലും ഇക്കാര്യത്തിൽ സർക്കാർ വളരെ ഗൗരവത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ അപ്പോഴും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇതുവരെ അതിന് ശ്രീലേഖ മിത്രയാണെങ്കിലും രേവതിയാണെങ്കിലും അവർ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ള കാര്യത്തിൽ തങ്ങൾക്ക് ഈ തലവേദനയൊന്നും എടുക്കാൻ ഇനി വയ്യ എന്നുള്ള മറുപടിയാണ് നൽകിയത്. പക്ഷേ ഇപ്പോൾ സർക്കാർ തന്നെ ഒരു അന്വേഷണം ഇനിഷ്യേറ്റ് ചെയ്ത സാഹചര്യത്തിൽ ആരൊക്കെ മൊഴി നൽകും, ആരൊക്കെ തെളിവുകൾ നൽകും, ആരൊക്കെ ഈ അന്വേഷണവുമായി സഹകരിക്കുമെന്നടക്കമുള്ള കാര്യങ്ങളായിരിക്കും നിർണായകമാവുക. നിയമോപദേശം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിരുന്നു. ആ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിലെ ഗൗരവ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ കൂടി കഴിയും. ഇടതുമുന്നണിയിൽ തന്നെയുള്ള വനിതാ നേതാക്കൾക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് രാവിലെയും രേവതി നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നടക്കം മോശമായ ചില പെരുമാറ്റങ്ങൾ ഉണ്ടായി. അതിനുമപ്പുറത്തേക്ക് ഏത് വഴി തേടണം, ഏത് നിയമവഴിയിൽ പോകണം എന്നവർക്കറിയില്ല എന്നുള്ളതായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ തന്നെ ഒരു സൗകര്യം ഒരുക്കണം എന്നുള്ളതും ഒരാവശ്യമായി ഉയർന്നു. അതുകൂടി സംസ്ഥാന സർക്കാർ കണക്കിലെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ഏതായാലും ഈ മണിക്കൂറിൽ വരുന്നു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള തീരുമാനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സംസ്ഥാനത്തെ സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവരുടെ ലൈംഗിക ചൂഷണ പരാതികൾ, ആക്ഷേപങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, ഇത് പരാതികൾ മാത്രമല്ല, അവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ ഒരു പ്രത്യേക സംഘമാവുകയാണ്. പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് ADGP എച്ച് വെങ്കടേഷ് മേൽനോട്ടം വഹിക്കും. സംഘത്തിൽ 4 വനിതാ IPS ഉദ്യോഗസ്ഥരുണ്ട്. അവരായിരിക്കും ഇക്കാര്യങ്ങളൊക്കെ സ്ത്രീകളെ കേൾക്കുക, അല്ലെങ്കിൽ വനിതകളുടെ പ്രശ്നങ്ങൾ കേൾക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിയമവഴികളിലേക്ക് സർക്കാർ കടക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിയമപരമായി ഇനി എത്ര FIRകൾ സംസ്ഥാന സർക്കാരിന് എടുക്കാൻ കഴിയും എന്നുള്ളതടക്കം നിർണായകമായി മാറുകയും ചെയ്യും. പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളെ, തലവേദനകളെ അതിനെ മാറ്റുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന കാര്യം. ഇനിയൊരു തരത്തിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഒരു തലവേദന എടുക്കാൻ കഴിയില്ല. അത്രത്തോളം പ്രതിച്ഛായ ഭയം അത് സംസ്ഥാന സർക്കാരിനുണ്ട് എന്നുള്ളത് ഇന്നും ഇന്നലെയുമായി ഉയർന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ തീരുമാനങ്ങൾക്കൊക്കെ പിന്നിൽ ഇടതുമുന്നണിയിലെ പ്രതിപക്ഷത്തിൻ്റെയൊക്കെ ഇടതുമുന്നണിയിലെ ചില ഘടകകക്ഷികളുടെയും പ്രതിപക്ഷത്തിൻ്റെയൊക്കെ ശക്തമായ സമ്മർദ്ദമുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഓക്കെ, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഒന്നൊന്നായി പരിശോധിക്കാൻ അന്വേഷണ സംഘമായിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറിൽ തിരുവനന്തപുരത്ത് നിന്നും വരുന്നത്. അമീന പറയുന്ന ഒരു യൂട്യൂബ് സന്ദേശം, പൊതുജനത്തിനെ കഴുതയാക്കുന്ന പണിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പറഞ്ഞ നടിയുടെ കാര്യങ്ങൾ പുറത്തു വന്നല്ലോ, അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചർച്ചയാക്കാത്തവർ ഫേമസ് ആക്കാൻ വേണ്ടി അടിച്ചു കയറി വരികയാണ്. നമുക്ക് അങ്ങനെ പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയുമോ അമീന തന്നെ ആലോചിച്ച് നോക്കുക. അങ്ങനെ പ്രശസ്തിക്ക് വേണ്ടി ആരെങ്കിലും ഈ കുറുക്കുമാർഗം അവലംബിച്ച് ആരെങ്കിലും ഏതെങ്കിലും കലാകാരനെ ഒരു ഡിഫെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യവും ഈ അന്വേഷണ സംഘം തീർച്ചയായിട്ടും അന്വേഷിക്കാമല്ലോ. അപ്പോൾ പരാതിയുള്ളവർക്ക് അങ്ങനെ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരാൾ പരാതി ഉന്നയിച്ചതിൻ്റെ പേരിൽ അയാളെ ഡാമേജ് ചെയ്യുന്ന ചർച്ച നമുക്ക് സംപ്രേഷണം ചെയ്യാൻ കഴിയുമോ? ഇപ്പോൾ സമയം 6 മണിക്ക് കഴിഞ്ഞ് 42 മിനിറ്റാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉണ്ടായ വെളിപ്പെടുത്തലുകളിൽ ആടി ഉലഞ്ഞു പോകുന്നു മലയാള സിനിമാ ലോകം. 24 പുറത്തുവിട്ട പശ്ചിമ ബംഗാളിലെ നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം
ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്ത് രാജിവെച്ച കാര്യം പ്രേക്ഷകർക്ക് അറിയാം. നടി രേവതി സമ്പത്തിൻ്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ നടൻ സിദ്ദീഖും താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി പദവി ഇന്ന് രാവിലെ ഒഴിഞ്ഞു. മലയാള സിനിമയിൽ പുതിയ മാറ്റത്തിൻ്റെ തുടക്കം എന്നാണ് ഇരു രാജികളെയും വനിതാ ചലച്ചിത്ര പ്രവർത്തകർ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. ഇന്നത്തെ വാർത്താപ്പകലിനെ പിടിച്ചു കുലുക്കിയ ആ രണ്ട് വാർത്തകളിലേക്ക് നമ്മൾ പെട്ടെന്നൊന്ന് കടന്നു ചെല്ലുന്നു. ശ്രീലേഖ മിത്രയും രേവതി സമ്പത്തും 24-ലൂടെ നടത്തിയ വെളിപ്പെടുത്തൽ മലയാള സിനിമയിൽ ഉണ്ടാക്കിയ ഭൂകമ്പം ചെറുതല്ല. മന്ത്രി സജി ചെറിയാന്റെ രക്ഷാകവചം രഞ്ജിത്തിനെ തുണച്ചില്ല. സമ്മർദ്ദങ്ങൾക്കൊടുവിൽ അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. പിന്നാലെ എത്തി തെറ്റ് ചെയ്തിട്ടില്ലെന്ന രഞ്ജിത്തിന്റെ വിശദീകരണം. ഇത് കുറച്ചു കാലം എന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ എന്ന് ചലച്ചിത്ര അക്കാദമി സ്ഥാനം ഞാൻ ഏറ്റെടുത്തോ അന്ന് തൊട്ട് ഒരു സംഘം ആളുകൾ നടത്തിയ നാളുകളുടെ ശ്രമമാണ് ശ്രീലേഖ മിത്രയുടെ ആരോപണം എന്ന രൂപത്തിൽ പുറത്തേക്ക് വന്നത്. രഞ്ജിത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ നടി ശ്രീലേഖ മിത്ര രാജി സ്വാഗതം ചെയ്തു. We women should be treated with respect, and women who take advantage or manipulates these men should be equally revoked, or should be equally blamed for the act. All women are not saints. They take advantage. പതിവ് പോലെ പ്രിയപ്പെട്ട സംവിധായകനെ പൂർണ്ണമായും തള്ളാതെയായിരുന്നു സജി ചെറിയാന്റെ പ്രതികരണം. സ്ത്രീകൾക്കൊപ്പമെന്ന പതിവ് പല്ലവിയും മന്ത്രി മറന്നില്ല. സ്ത്രീകൾക്ക് എതിരായി വരുന്ന ഏതൊരു നീക്കത്തെയും ശക്തമായി ചെറുക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് ഞാൻ വ്യക്തിപരമായി. ഞാൻ ആദ്യം മുതലേ ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല, ഞങ്ങൾ ഇരയോടൊപ്പമാണ്, വേട്ടക്കാരനോടൊപ്പമല്ല. യുവനടി രേവതി സമ്പത്ത് കഴിഞ്ഞ ദിവസം 24-ലൂടെ ഉന്നയിച്ച ലൈംഗിക ആരോപണമാണ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖിനെ തെറിപ്പിച്ചത്. ധാർമ്മികത ഏറ്റെടുത്ത് രാജിവെക്കുന്നുവെന്ന് സിദ്ദിഖ്. ഞാനതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഞാൻ സ്വമേധയാ രാജി ഇപ്പൊ രാവിലെ മോഹൻലാലിനെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം അത്ര മാത്രമേ പറയുന്നുള്ളൂ. രേവതി സമ്പത്ത് നടൻ റിയാസ് ഖാനിൽ നിന്ന് നേരിട്ട ദുരനുഭവം ഇന്ന് 24-നോട് വെളിപ്പെടുത്തി. ഈ അടിച്ചു കയറി വാന്ന് പറയുന്ന ഒരു ഡയലോഗ് ഇവിടെ ഫേമസ് ആയ ഒരു ആക്ടർ ഉണ്ട്. ആ ആക്ടർ ഇതുപോലെ ഞാൻ ഇന്നലെ ന്യൂസിൽ പറഞ്ഞതുപോലെ തന്നെ മിസ്റ്റർ റിയാസ് ഖാൻ, അപ്പൊ അയാള് ഇതുപോലെ അയാളെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാൻ പോലും പറ്റത്തില്ല. അങ്ങനത്തെ രീതിയിൽ അന്നും ഞാൻ ഷോക്ക്ഡാണ്. നടിമാരുടെ വെളിപ്പെടുത്തലിൽ സിദ്ദിഖിനും രഞ്ജിത്തിനുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് വൈറ്റില സ്വദേശി അനിൽകുമാർ പരാതി നൽകി. സിദ്ദിഖിനെതിരെ പോക്സോ ചുമത്തണമെന്നാണ് പരാതിയിലെ ആവശ്യം. പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഹോളിവുഡും ബോളിവുഡും താണ്ടി സിനിമാ മേഖലയിലെ മീറ്റു വെളിപ്പെടുത്തലുകൾ തൊട്ടടുത്ത് തമിഴ്നാട് വരെ എത്തി നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇന്നത് സാംസ്കാരിക കേരളത്തിന്റെ പ്രിയപ്പെട്ട മലയാള സിനിമയിലേക്കും എത്തി നിൽക്കുന്നു. 2 വിക്കറ്റുകൾ വീണിട്ടുണ്ട്. ഇനി എത്ര എന്നു മാത്രമാണ് ചോദ്യം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ഇപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്നൊരു വാർത്ത അറിയിക്കുന്നു. തിരുവല്ലയിൽ ഒപ്പം താമസിച്ചിരുന്ന ഒരു യുവതിയുടെ 5 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിനെ കൂടെ താമസിച്ചിരുന്ന യുവാവ് തൊഴിച്ചു കൊന്നു എന്ന വാർത്ത വരുന്നു. യുവാവ് അറസ്റ്റിലായി. തിരുവല്ല പൊടിയാടി കാരാത്ര കോളനിയിൽ വിഷ്ണു ബിജുവാണ് അറസ്റ്റിലായിരിക്കുന്നത്. 22 വയസ്സ് പ്രായമുള്ള ഒരു യുവാവാണ് ഇയാൾ. 22-ാം തീയതി രാത്രിയായിരുന്നു സംഭവം. തിരുവല്ലയിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് കുട്ടി മരിച്ചത്. ഇതേ തുടർന്ന് ഒളിവിൽ പോയ ഈ പ്രതിയെ ഞായറാഴ്ച പോലീസ് പിടികൂടി. മലയാള സിനിമയിലെ 2 വൻമരങ്ങളാണ് ഇന്ന് വീണുപോയത്. മലയാള സിനിമയെ പിടിച്ചുകുലുക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നിരവധി വെളിപ്പെടുത്തലുകൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. അതിൻ്റെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ കാണാം. 2017 ഫെബ്രുവരി 17 കൊച്ചിയിൽ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടുവെന്ന വാർത്ത കേരളത്തെ ഞെട്ടിച്ചു. പിന്നീട് രൂപം കൊണ്ട വിമൻ ഇൻ സിനിമ കളക്റ്റീവിന്റെ ശ്രമഫലമായി ചലച്ചിത്ര പ്രവർത്തകരായ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ 2017 ജൂലൈ 14 സർക്കാർ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ കമ്മിറ്റി രൂപീകരിച്ചു. 2019 ഡിസംബർ 31 കമ്മിറ്റി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് 4.5 വർഷത്തോളം പെട്ടിയിലിരുന്നു. 2024 ഓഗസ്റ്റ് 19 ഭാഗികമായി പുറത്തുവന്ന റിപ്പോർട്ടിൽ ഏറെയും സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളുടെ നേർസാക്ഷ്യങ്ങളായിരുന്നു. ലൈംഗികാരോപണങ്ങളിൽ കേസെടുക്കാൻ നേരിട്ട് പരാതി ലഭിക്കണമെന്ന സർക്കാർ നിലപാട് ചോദ്യം ചെയ്യപ്പെട്ടു. ഇതിനു പിന്നാലെയാണ് പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാൻ കേരളത്തിലെത്തിയപ്പോൾ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം നടി ശ്രീലേഖ മിത്ര
ട്വന്റിഫോറിലൂടെ തുറന്നു പറഞ്ഞത്. Movie name I don't remember, but I remember the name of the director. Probably his name was Ranjit. He was mid-30s, late 30s. Then it was 10 years back, 10-11 years back. സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമായി. ഇതിനിടെയാണ് 5 ദിവസത്തെ മൗനം വെടിഞ്ഞ് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ഭാരവാഹികൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏതെങ്കിലും കുറ്റവാളികളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കണം, ആ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം. അല്ലാതെ പുകമറ സൃഷ്ടിച്ച് കുറ്റവാളികളല്ലാത്തവരെ കൂടി അതിനകത്ത് നാണം കെടുത്തുകയല്ല വേണ്ടത്. ആരാണ് കുറ്റവാളി, അയാൾ പുറത്തു വരട്ടെ. റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ക്രിമിനൽ സ്വഭാവമുള്ളതെന്ന് പറഞ്ഞ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ തന്നെ തൊട്ടടുത്ത ദിവസം കേട്ടത് അങ്ങേയറ്റം ഗുരുതരമായ ആരോപണം. നടൻ ഹീനമായി പീഡിപ്പിച്ചെന്ന് യുവനടിയുടെ വെളിപ്പെടുത്തൽ 24ലൂടെ. ഈ ജനറൽ സെക്രട്ടറിയായ ഇദ്ദേഹം ഹി റേപ്ഡ് മീ. അയാള് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീസ് ആൻ അബ്യൂസർ. അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് രാവിലെ തന്നെ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. തൊട്ടു പിന്നാലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് രാജിവെച്ചുവെന്ന വാർത്തയും പുറത്തുവന്നു. നടൻ റിയാസ് ഖാൻ അശ്ലീല സന്ദേശം അയച്ചിട്ടുണ്ടെന്നും യുവനടിക്ക് ആരോപണമുണ്ട്. തൊടുപുഴയിലെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് യുവ സൂപ്പർ സ്റ്റാറിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടായെന്ന് ചലച്ചിത്ര പ്രവർത്തക സോണിയ മൽഹാർ പറഞ്ഞു. സംവിധായകന്റെ മോശം പെരുമാറ്റം കാരണം ചെരുപ്പൂരി അടിക്കാൻ പോയിട്ടുണ്ടെന്ന് നടി ഉഷ ഹസീന വെളിപ്പെടുത്തി. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും നടി ശ്വേതാ മേനോൻ. ഇങ്ങനെ നീളുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ശേഷമുള്ള വെളിപ്പെടുത്തലുകൾ. ന്യൂസ് ഡെസ്ക് 24. ഉണ്ടായിരിക്കുന്ന തുറന്നു പറച്ചിലുകൾ മലയാള സിനിമയെ ശുദ്ധീകരിക്കുമോ? പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് എന്തെന്ന് ഞങ്ങൾ അന്വേഷിച്ചു. ഇതിപ്പോൾ ഈ റിപ്പോർട്ട് പുറത്ത് വന്നല്ലോ, അതിൽ 60 പേജ് 65 പേജ് അങ്ങാണ്ട് പുറത്ത് വന്നിട്ടില്ല. അതും കൂടെ പുറത്ത് വിടണം. പിന്നെ പ്രമുഖരാണ് ഇതിൻ്റെ പുറകിൽ. ഒരു കുട്ടി പറയുന്നുണ്ടല്ലോ, സിദ്ദീഖ് ഇതായിട്ടുള്ള കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്ത് വന്ന്, അപ്പോൾ ഇനി അതിൻ്റെ മേലെ ചർച്ച വേണം. അതിൽ ഉൾപ്പെട്ടവർ പുറത്ത് വരണം. വലിയൊരു വിങ് തന്നെ പഠനം നടത്തിയൊരു സാധനം, ഏറെ വർഷക്കാലത്തെ പ്രയത്നമാണ്. അപ്പോൾ അതുകൊണ്ടത് പൊതുജനം അറിയണം. പിന്നെ ഉന്നതന്മാരാരായാലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. വാർത്തകൾ കാണുമ്പോൾ വലിയൊരു ഞെട്ടലൊന്നും ഉണ്ടാവുന്നില്ല. കാരണം സിനിമ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഒരു വികാരമാണ് സിനിമ. ഇതിലിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളാരും കണ്ടിട്ടൊന്നുമില്ല. നമ്മൾ ഈ കേട്ടുള്ള പരിചയം അത് മൊത്തത്തിൽ പഠിക്കാനോ വായിക്കാനോ ആർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ കിടക്കുന്നതെന്നൊന്നും അറിയില്ല. ചിലരെങ്ങനെ പറയുന്നു, ചിലർ വെളിപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് ചിലർ ചോദ്യം ചെയ്യുന്നു, അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയും. ചാനലിൽ കാണുന്നതും ചിലർ രാജിവെച്ച് പോകുന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഈ മസാലകൾ കൂട്ടിയ സാധനങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് പെണ്ണുമായിട്ട് ബന്ധപ്പെട്ട, നടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. ഈ ഒരു മേഖലയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വ്യവസായത്തിനെ കുറിച്ചൊരു അന്വേഷണ കമ്മീഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം മാത്രമല്ല, അതിനുള്ളിലെ ഒരു സ്ത്രീ ആയിട്ടുള്ള ബന്ധങ്ങൾ മാത്രമല്ല ഉണ്ടാവുക. അതിനുള്ളിൽ പുറത്തുനിന്ന് വന്നവരെ പ്രശ്നങ്ങൾ, കള്ളപ്പണം, കരിഞ്ചന്ത, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ലഹരി മരുന്ന്, ഒരുപാട് നമ്മൾ ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ഒരു ചർച്ച എവിടെയും നടക്കാതെ വെറും ഈ പെണ്ണിന്റെ ആരോപണം എന്ന് മാത്രം പറയുന്ന ഒരു സംഭവത്തിനോട് അതൊരു ആളുകളെ വഷളാക്കുന്ന ഒരു രീതിയാണ്. ഇത് സിനിമാ മേഖലയെ കളങ്കിതപ്പെടുത്തുന്ന ഒരു സംഭവമായി മാറി. ഈ റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് വരാണ്ടിരുന്നാലും ഇവിടെ നടക്കുന്ന നാട് കാഴ്ച ഇതേമാതിരി എന്നും തുടരും. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രതികരണവേദി തുടങ്ങുകയാണ്. സുദർശനൻ പ്രതികരണവേദി തുടരുന്നു. നിങ്ങളെല്ലാവരും കൂടി ഒരു വൻ വ്യവസായത്തെ തകർക്കും, ആയിരക്കണക്കിന് മനുഷ്യരുടെ ഉപജീവനം ഇല്ലാതാക്കും. സുദർശനൻ, എന്തായാലും ആ കാര്യത്തിൽ 24 ഉണ്ടാകില്ല എന്ന് താങ്കൾക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം. ഈ ഇൻഡസ്ട്രി എന്താണ് എന്ന് ഏകദേശം ഒരു ധാരണയുള്ളവർ തന്നെയാണ് 24. മാത്രമല്ല 800-1000 കോടി രൂപയുടെ നിർമ്മാണം നടക്കുന്ന ഒരു മേഖല തച്ച് തകർത്ത് 10,000-കണക്കിന് തൊഴിലാളികളുടെ ഉപജീവനം മുട്ടിക്കാൻ ഒരിക്കലും നമ്മളുണ്ടാകില്ല. തീർച്ചയായിട്ടും ഈ വ്യവസായം നിലനിൽക്കുക തന്നെ വേണം. ലോക സിനിമയിലേക്ക് ചേക്കേറിയ മലയാള സിനിമയുടെ പ്രാഗൽഭ്യവും മലയാള സിനിമയുടെ ഖ്യാതിയും അതൊരിക്കലും ഡീഫെയിം ചെയ്യാൻ പാടില്ല എന്ന അഭിപ്രായക്കാരാണ് നമ്മൾ. ഏറ്റവും ഉത്തമമായ കലാസൃഷ്ടിയിലൂടെ ലോകത്തെ കേരളത്തിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന അപൂർവം സംഭവങ്ങളിലൊന്നാണ് നമ്മുടെ മലയാള സിനിമ. അതുകൊണ്ട് തന്നെ ഈ സിനിമ
എന്ന് പറയുന്ന മഹത്തായ കലയുടെ സാക്ഷാത്കാരത്തിന് ഒരിക്കലും 24 വിലങ്ങും തടിയാകില്ല. മാത്രമല്ല അവിടെ ഉപജീവനം കണ്ടെത്തുന്ന തൊഴിലാളികൾക്ക് കുറുകയും നമ്മൾ നിൽക്കില്ല. നിരപരാധികളായ താരങ്ങൾ കൂടി അവരെ ഇരുട്ടത്ത് നിർത്തി ശിക്ഷിക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ 24-ന് അഭിപ്രായ വ്യത്യാസമില്ല. ആരോപണങ്ങൾ കൂടിവിട്ട് വരുമ്പോഴും നിരപരാധികളുടെ മുകളിൽ ഈ അപവാദങ്ങളുടെ നിഴലുകൾ വീഴാതിരിക്കാനും നമ്മൾ പരമാവധി ശ്രദ്ധിക്കും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തെരച്ചിലിൽ ഇന്ന് 6 അസ്ഥിഭാഗങ്ങൾ ലഭിച്ചു. അതോടെ തെരച്ചിൽ തുടരണമോ എന്ന കാര്യത്തിൽ മന്ത്രിസഭാ ഉപസമിതി ഉടൻ തീരുമാനമെടുക്കുമെന്നറിയുന്നു. സൂചിപ്പാറ മേഖലയിൽ ആയിരിക്കും തെരച്ചിൽ. നാളെ എത്തുന്ന കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റി സംഘം 6 ദിവസം വയനാട്ടിൽ താമസിച്ച് സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കും എന്നറിയുന്നു. 1 ആഴ്ചയ്ക്ക് ശേഷം കാണാമറയത്തുള്ള 119 പേർക്ക് വേണ്ടി സജീവമായ തിരച്ചിൽ. രാവിലെ 6 മണിക്ക് തന്നെ പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിൽ ആനടിക്കാപ്പിൽ നിന്ന് ദൗത്യം ആരംഭിച്ചു. NDRF, സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്, അഗ്നിരക്ഷാസേന, ചാമ്പ്യൻസ് ക്ലബ്ബ് പ്രവർത്തകർ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് 16 അംഗ പ്രത്യേക ടീം രൂപീകരിച്ചത്. തിരച്ചിലിന് പോകുന്നവർക്ക് ഉപകരണങ്ങൾ എത്തിക്കാൻ 10 പേരടങ്ങുന്ന മറ്റൊരു സംഘവും ഉണ്ടായിരുന്നു. 100% പ്രതീക്ഷ ഉണ്ടായിട്ടാണ് നമ്മളെ ചാമ്പ്യൻസ് ക്ലബ്ബ് എന്ന് പറഞ്ഞ 6 മെമ്പർമാർ ഇന്ന് പോയിട്ടുള്ളത്. വളരെ പെട്ടെന്ന് ഇന്ന് രാവിലെ തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞു. ഞങ്ങൾ 30 പേരെയാണ് പറഞ്ഞത്. അപ്പോൾ അത്ര പേര് പോയി കഴിഞ്ഞാൽ പ്രയാസമാണ്. അങ്ങനെയാണ് ഞങ്ങൾ 6 പേരായി ചുരുങ്ങിയത്. ഉച്ചയോടെ പരപ്പൻപാറ, സൂചിപ്പാറ മേഖലയിൽ നിന്ന് 6 അസ്ഥിഭാഗങ്ങൾ ലഭിച്ചു. ഇവ DNA പരിശോധനയ്ക്ക് അയക്കും. വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് അസ്ഥികൾ ലഭിച്ചതുകൊണ്ട് തന്നെ ഒരാളുടേതാകില്ല എന്ന നിഗമനത്തിനാണുള്ളത്. ആനടിക്കാപ്പ് മുതൽ സൂചിപ്പാറ വരെയുള്ള വളരെ ബുദ്ധിമുട്ടുള്ള മേഖലയിലായിരുന്നു ഇന്നത്തെ തിരച്ചിൽ. മണ്ണും പല പറ്റുന്ന രീതിയിലുള്ള പാറക്കെട്ടുകൾ അങ്ങോട്ട് മാറ്റിയിട്ട് അവിടുന്ന് സെർച്ച് ചെയ്യാം. എന്നുവെച്ചാൽ ബോഡീൻ്റെ എന്തെങ്കിലും പാർട്ട് കിട്ടാനുള്ള എല്ലാ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന കൂടിയാലോചനാ യോഗത്തിൽ തിരച്ചിൽ തുടരണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചത്. നാളെ കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റി സംഘം ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിക്കും. 17 വ്യത്യസ്ത വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ സംഘത്തിലുണ്ടാകും. സമഗ്രമായ പുനർനിർമ്മാണ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. 31-ാം തീയതി വരെ വിവിധ മേഖലകൾ സന്ദർശിച്ച് തയ്യാറാക്കുന്ന അന്തിമ പഠന റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറും. ഉരുൾപൊട്ടൽ മേഖലയിലെ തിരച്ചിലിന്റെ കാര്യത്തിൽ ഇന്ന് അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയതുകൊണ്ട് തന്നെ തുടരാനാണ് സാധ്യത. ടീം 24 വയനാട്. നേരത്തെ ഒരു അഭിപ്രായം ഒരു പ്രേക്ഷകൻ പറഞ്ഞു. അതിനിടയിൽ സഞ്ജു പറയുന്നു, സിനിമാ മേഖലയെ തകർക്കാനല്ല ആരും ശ്രമിക്കുന്നത്, മറിച്ച് ശുദ്ധീകരിക്കാനാണ്. പ്രശ്നക്കാരെ കണ്ടെത്തി ഉചിതമായ നടപടിയെടുക്കുകയാണെങ്കിൽ വളരെ അന്തസ്സോടെ തല ഉയർത്തി നിന്ന് ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാൻ ആളുകൾക്ക് കഴിയും എന്നാണ് സഞ്ജു പറയുന്നത്. അതിലും കാര്യമുണ്ട് എന്നുള്ളതാണ് ശരി. റീന സതീശൻ പറയുന്നു, എവിടെയും സ്ത്രീയാണ് ശോഷിക്കപ്പെടുന്നത്. തെറ്റ് ചെയ്ത പുരുഷനെ അല്ല ചോദ്യം ചെയ്യുന്നത്, സ്ത്രീയാണ്. ഇരയായ പെണ്ണിനോട് നീ എന്തിനവിടെ പോയി എന്നാണ് ഭൂരിപക്ഷം ആളുകളും ചോദിക്കുന്നത് എന്നാണ് റീന സതീശൻ പറയുന്നത്. അതേസമയം ചന്ദ്രിക പ്രകാശ് മറ്റൊരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു, ഇനി അങ്ങോട്ടുള്ള കാര്യം നോക്കിയാൽ പോരെ, സ്ത്രീകളും മോശക്കാരാവില്ല, അവരും കൂടി അനുകൂലിച്ച് കാണും. നമുക്കതിനകത്തൊന്നും ഇടപെട്ട അഭിപ്രായങ്ങൾ പറയാൻ പറ്റില്ല എന്നതാണ്. അന്വേഷണം നടക്കട്ടെ. എന്തായാലും പോലീസ് സംഘത്തേക്ക് രൂപീകരിച്ചു കഴിഞ്ഞാൽ പ്രത്യേക അന്വേഷണ ടീം വരുമ്പോൾ അവർ എല്ലാ സൈഡും പരിശോധിക്കട്ടെ. ഇനി നമ്മൾ കോഴിക്കോട് വിലങ്ങാടിൻ്റെ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. ഉരുൾപൊട്ടൽ നാശം വിതച്ച കോഴിക്കോട് വിലങ്ങാടിനോട് അവഗണനയാണെന്ന് പൊതുവെ പരാതി ഉയരുന്നു. ഉരുൾപൊട്ടലുണ്ടായി 4 ആഴ്ച കഴിഞ്ഞിട്ടും സർക്കാർ ഇതുവരെ സഹായ പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല. വാടക വീട് തേടി അലയുകയാണ് വീട് നഷ്ടപ്പെട്ട ആളുകളിൽ പലരും. അതിനിടെ മേഖലയിലെത്തിയ വിദഗ്ധ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ കൂടുതൽ വ്യക്തത തേടുന്നു. മാറ്റി താമസിപ്പിക്കേണ്ടവരുടെ വിവരങ്ങളാണ് കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമുള്ളതായി വന്നിരിക്കുന്നത്. ഉരുൾപൊട്ടൽ വ്യാപക നാശനഷ്ടമാണ് വിലങ്ങാടുണ്ടാക്കിയത്. നിരവധി പേർക്ക് വീടും കടകളും സമ്പാദ്യവുമെല്ലാം നഷ്ടമായി. വിദഗ്ധ സംഘം മേഖലയിലെത്തി പരിശോധന നടത്തി. മന്ത്രിമാരുമെത്തി. പക്ഷേ ദുരിതബാധിതർക്ക് സാമ്പത്തിക സഹായമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ജൂലൈ 29 രാത്രിയിലാണ് വിലങ്ങാട് ഉരുൾപൊട്ടിയത്. നിരവധി വീടുകൾ മണ്ണിനടിയിലായി. റോഡുകളും പാലങ്ങളും തകർന്നു. രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ റിട്ടയർഡ് അധ്യാപകൻ മാത്യുവിന് ജീവൻ നഷ്ടമായി. ഏക്കറുകണക്കിന് കൃഷി ഉരുൾപൊട്ടലിൽ നശിച്ചതോടെ കർഷകരും വലിയ പ്രതിസന്ധിയിലായി. ഇതിനിടെ മന്ത്രിമാർ മേഖലയിലെത്തി നടത്തിയ സന്ദർശനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് ദുരിതബാധിതർ കണ്ടത്. പക്ഷേ ഉരുൾപൊട്ടലുണ്ടായി ആഴ്ച 4 കഴിഞ്ഞിട്ടും സർക്കാരിൻ്റെ സാമ്പത്തിക സഹായമൊന്നും വിലങ്ങാടേക്കെത്തിയിട്ടില്ല. വീട് നഷ്ടമായവരും ഉപജീവനമാർഗമായ കൃഷി പാടെ നശിച്ചവരും ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുന്നിലാണ്. ഉരുൾ പൊട്ടിയിട്ട് ഇന്ന് 27 ദിവസം ആകുന്നു. ഞാൻ ആ ഉരുൾപൊട്ടലിൻ്റെ അന്ന് രാത്രിയിൽ
ഉടുത്ത ഒരു ലുങ്കിയും ഒരു മൊബൈൽ ഫോൺ കറണ്ട് ഇല്ലായിരുന്നതുകൊണ്ട് അതുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇന്നേ നിമിഷം വരെ ഒരു 22 ദിവസം കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിൻ്റെ ഒരു കിറ്റ് കൊണ്ട് തന്നു. MP-യുടെ വകയിലാണെന്നും പറഞ്ഞൊരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കിറ്റ് കിട്ടി. പിന്നെ പള്ളി വകയിൽ ഒരു 2 കിറ്റും, അങ്ങനെ ഒരു 4 കിറ്റ് കിട്ടിയിട്ടുണ്ട്. വേറെ ഒരു സർക്കാർ സംവിധാനവും നമ്മുടെ നേരെ ഇതുവരെ തിരിഞ്ഞു നോക്കട്ടെ. ഞാൻ ഒരു ബന്ധു വീട്ടിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. റവന്യൂ അധികൃതർ നിയോഗിച്ച 4 സംഘങ്ങൾ മേഖലയിലെത്തി ശാസ്ത്രീയ പഠനം നടത്തിയിരുന്നു. പരിശോധന നടത്തിയ 487 കെട്ടിടങ്ങളിൽ 18 എണ്ണം പൂർണ്ണമായി തകർന്നുവെന്നും വാസയോഗ്യമല്ലാത്തത് 26 വീടുകളെന്നും 367 വീടുകളിൽ നിന്നുള്ളവരെ മാറ്റി താമസിപ്പിക്കണമെന്നുമാണ് സംഘം കളക്ടർക്ക് നൽകിയ റിപ്പോർട്ട്. ഇതിൽ മാറ്റി താമസിപ്പിക്കേണ്ട വീടുകളെക്കുറിച്ചുള്ള വിവരത്തിലാണ് കളക്ടർ കൂടുതൽ വ്യക്തത തേടിയത്. 300 കോടിയിലധികം രൂപയുടെ നാശനഷ്ടം മേഖലയിൽ ഉണ്ടായി എന്നാണ് വിലയിരുത്തൽ. ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം ഇതുവരെ ലഭിച്ചിട്ടില്ല. ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന വിലങ്ങാടിന് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. മന്ത്രിമാർ ഉൾപ്പെടെ സന്ദർശനം നടത്തി മടങ്ങിയെന്നല്ലാതെ പുനരധിവാസ നടപടികൾ എങ്ങും എത്തിയിട്ടില്ല എന്നാണ് വിലങ്ങാട്ടുകാർ പറയുന്നത്. ഇനിയും എത്ര നാൾ കാത്തിരിക്കണമെന്നാണ് അവിടുത്തെ ജനങ്ങൾ നമ്മോട് ചോദിക്കുന്നത്. ഒരാഴ്ചയോളം ക്യാമ്പിൽ താമസിച്ചിട്ട് അത് ഞങ്ങൾ വാടക വീട്ടിലേക്ക് മാറി. അവിടെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ക്ലീൻ ആക്കിയിട്ട് അവിടെ കയറി താമസിച്ചു. പക്ഷേ സർക്കാർ ഇതിൻ്റെ ഒന്നിനും ഇടപെട്ടില്ല. അരി സാധനങ്ങളും എല്ലാം ഞങ്ങൾക്ക് തന്നു, പാത്രങ്ങളും എല്ലാം തന്നു. പക്ഷേ ഞങ്ങളുടെ കൈ പൈസയൊന്നുമില്ല. പൈസയൊന്നും ആരും സഹായിച്ചുമില്ല. ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി. ഞങ്ങളുടെ പറമ്പ് മുഴുവനും പോയി. ഒരു സാധനം പോലും ഞങ്ങളുടെ കൈ ബാക്കി വന്നില്ല, മൊത്തം പോയി. ക്യാമ്പിൽ പോയി താമസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടേലും പൊക്കമെന്നും പറഞ്ഞു വിട്ടതോടെ ഞങ്ങൾക്ക് ഒരു വരെ അരി മേടിക്കാൻ അരി സാധനങ്ങൾ കിട്ടുന്നുണ്ട്. വേറെ ഒരു സാധനത്തിന് 1 രൂപ പോലും കയ്യിലില്ല. സർക്കാർ പിന്നെ നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടിയാണെന്നുള്ള രീതിയിൽ ഞങ്ങളെ അങ്ങ് ഒഴിവാക്കുക ചെയ്യുന്നു. ഞങ്ങൾ ക്യാമ്പിൽ നിന്ന് വന്നിട്ട് കുറച്ച് നാൾ ബന്ധുവീട്ടിലാണ് താമസിച്ചത്. അത് കഴിഞ്ഞൊരു വാടക വീട്ടി അവിടുന്ന് ഒത്തിരി പണിയെടുത്ത് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. ഒത്തിരി ഒത്തിരി പേര് വന്ന് സഹായിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്കിപ്പോൾ വീട്ടിലോട്ട് കയറി പോകാൻ സാധിച്ചത്. ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നൊരു സഹായമൊന്നും ലഭിച്ചിട്ടില്ല. ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിനെ ചേർത്ത് പിടിക്കാൻ 24 ഫ്ലവേഴ്സും ആരംഭിച്ച എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന പദ്ധതിയിലേക്ക് പ്രേക്ഷകരുടെ സഹായപ്രവാഹം തുടരുകയാണ്. 24 കണക്ട് ആപ്പിലേക്ക് ഇതുവരെ 13,42,743 രൂപ ലഭിച്ചു. ഈ പ്രിയപ്പെട്ട പ്രേക്ഷകർ തീർച്ചയായിട്ടും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഞങ്ങൾ പറയുന്ന ഒരു നമ്പറുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് അതിന് പകരമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ 13,42,000 രൂപയാണ്. സെപ്റ്റംബർ 1 ഞായറാഴ്ച കൽപ്പറ്റയിലാണ് പരിപാടി നടക്കുക. അവിടെ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിലാണ് രാവിലെ 9 മണിക്ക് പരിപാടി നടക്കുക. അന്ന് എന്തൊക്കെയാണ് നമ്മൾ പ്രഖ്യാപിക്കുക അത് തത്സമയം നമ്മുടെ 24 സംപ്രേഷണം ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ 8111991453. സ്ക്രീനിൽ ഇപ്പോൾ നമ്പറുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഫോട്ടോ എടുത്ത് വെച്ചാൽ ഉപകാരമായി. നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പണം അയക്കാൻ കഴിയാത്ത ആളുകൾക്ക് മറ്റു ചില സാധ്യതകൾ കൂടിയുണ്ട്. ആ സാധ്യത ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടും. അങ്ങേ തലക്കൽ 7 മണി മുതൽ രാവിലെ 7 മണി മുതൽ രാത്രി 11 മണി വരെ ആളുണ്ടാകും. വിളിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാം സഹകരണം തീർച്ചയായിട്ടും ഉണ്ടാകണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൂടുതൽ പ്രതികരണങ്ങൾക്കില്ല എന്ന് മന്ത്രി KP ഗണേഷ് കുമാർ പറയുന്നു. തനിക്ക് പറയാനുള്ളത് റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ പറഞ്ഞതാണ്. വിഷയത്തിൽ മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും പ്രതികരിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ തന്നെ കഴിഞ്ഞ 23 കൊല്ലമായി വേട്ടയാടുകയാണെന്ന് മന്ത്രി ഗണേഷ് കുമാർ പരാതി പറയുന്നു. മാത്രമല്ല അത്രയും വേട്ടയാടാൻ വേണ്ടിയുള്ള ഔഷധ ഗുണം തന്നിലില്ലെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. ഞാൻ കേരള സംസ്ഥാനത്ത് ഒരു മന്ത്രിയാണ്. ഞാനിവിടെ വന്നത് ചട്ടമ്പിസ്വാമി തിരുവടികളുടെ 171 ജന്മദിനത്തിൽ പങ്കെടുക്കാനാണ്. എൻ്റെ പുറകെ ഞാൻ ആദ്യത്തെ ദിവസം ഈ കമ്മീഷൻ റിപ്പോർട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അതാണ്. വന്ന സമയം മുതൽ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്കെല്ലാം അഭിപ്രായം പറഞ്ഞു. ഈ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം നിങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ തരുന്നുണ്ട്. ഞാൻ ട്രാൻസ്പോർട്ടിൻ്റെ മന്ത്രിയാണ്. കഴിഞ്ഞ 23 വർഷമായി നിങ്ങളും നിങ്ങളുടെ മുൻഗാമികളും എന്നെ വേട്ടയാടെയാണ്. എന്നെ വിട്ടേക്കും. എന്നിൽ ഔഷധ മൂല്യമില്ല. എൻ്റെ പുറകെ നടക്കണ്ട. ഞാൻ ഇതിനെപ്പറ്റി അഭിപ്രായം പറയത്തില്ല. നല്ലതും പറയില്ല, ചീത്തയും പറയില്ല. അത് ശരിയല്ല. ഇതിനകത്ത് ചോദ്യങ്ങൾ വേണ്ട. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഒരാളെ ഉപദ്രവിക്കുന്നതിൻ്റെ മര്യാദയുണ്ട്. ഉപദ്രവിക്കുക. എന്നെ ഒരുപാട് 23 വർഷം ഉപദ്രവിച്ചു. ഇനി വിട്ടേക്കാം. ഞാൻ ഒരു കാര്യത്തിനും വരുന്നില്ലല്ലോ. ഒരു പത്രസമ്മേളനം വിളിക്കുന്നില്ല, ആരെയും കാണുന്നില്ല, ഒന്നുമില്ല. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു ജനങ്ങൾക്ക് വേണ്ടിയിട്ട്.
എൻ്റെ സർക്കാരിൻ്റെ നയം സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞു. അതിലുപരിയായി ബഹുമാനായ മുഖ്യമന്ത്രി വളരെ വ്യക്തമായി കാര്യം നിയമത്തിൻ്റെ വഴിയിൽ പോകുമെന്ന് തന്നെയാണ് ഇടതുപക്ഷമണി സർക്കാരിൻ്റെ മുന്നോട്ട് പോകുക. ആരെയും സഹായിക്കാനൊന്നും ഞങ്ങൾ മുന്നോട്ട് വരത്തില്ല. സർക്കാരിൻ്റെ നിലപാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ എന്നോട് അഭിപ്രായം ചോദിക്കാതെ എനിക്ക് അഭിപ്രായം എന്ന് പറയാനില്ല. മന്ത്രി KB ഗണേഷ് കുമാർ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. കഴിഞ്ഞ 21 കൊല്ലമായി മാധ്യമങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടുകയാണെന്നും അങ്ങനെ വേട്ടയാടാൻ തന്നിൽ ഔഷധ മൂല്യമില്ലെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു വയ്ക്കുന്നു. ഇനി ഫ്ലവേഴ്സ് 24 കുടുംബത്തിന് ഒരു സന്തോഷത്തിൻ്റെ ദിനമാണ്. നിങ്ങൾക്കറിയാം, അകാലത്തിൽ വിട്ടുപിരിഞ്ഞു പോയ കലാകാരൻ കൊല്ലം സുധിയുടെ കുടുംബത്തിന് ചങ്ങനാശ്ശേരി തെങ്ങണയിൽ ഒരു വീട് ഒരുങ്ങി. ഫ്ലവേഴ്സിൻ്റെയും 24 കണക്റ്റിൻ്റെയും നേതൃത്വത്തിൽ ആംഗ്ലിക്കൻ സഭാ ബിഷപ്പ് റവറൻ നോബൽ ഫിലിപ്പ് അമ്പലവിൽ സൗജന്യമായി നൽകിയ 7 സെൻറ്റ് സ്ഥലത്ത് കേരള ഹോം ഡിസൈൻസ് നിർമ്മിച്ച് നൽകിയ വീട് ഇന്നാണ് അതിൻ്റെ പാലുകാച്ചൽ കർമ്മം നടന്നത്. മിമിക്രി കലാകാരന്മാരുടെ സംഘടനയായ മായും ശരിക്കും ഈ പരിപാടിയുടെ ജീവനായി മാറി. മായുടെ KR പ്രസാദ്, ടിനി ടോം എന്നിവരും അതുപോലെ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ വൈസ് പ്രസിഡൻറ്റ് C ഉണ്ണികൃഷ്ണനും ഇതിന് നേതൃത്വം കൊടുത്തു. ഇന്ന് രാവിലെ 11 മണിക്കാണ് ശരിക്കും ഇതിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് നടന്നത്. ഈ മനോഹരമായൊരു വീടാണ് ചങ്ങനാശ്ശേരി തെങ്ങിൽ നിർമ്മിച്ചത്. കേരള ഹോം ഡിസൈൻസ് ആണ് പൂർണ്ണമായും തുക ചെലവാക്കി ഈ വീട് നിർമ്മിച്ചത്. എന്നാൽ 7 സെൻറ്റ് ഭൂമി സൗജന്യമായി നൽകിയത് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിലും അതുപോലെ ഇതിൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങിയ ചെലവുകൾ വഹിച്ചത് ഫ്ലവേഴ്സുമായിരുന്നു. എന്തായാലും ഈ സംയുക്ത കൂട്ടായ്മയും മായുടെ ധാർമ്മിക പിന്തുണയും ഒക്കെ വളരെ മനോഹരമായ ഒരു വീട് കൊല്ലം സുധിയുടെ ധർമ്മപത്നിയായ രേണുവിന് കൈമാറി. 2 കുട്ടികളുടെ വിദ്യാഭ്യാസം ഫ്ലവേഴ്സ് ഏറ്റെടുത്തിട്ടുണ്ട്. ഈ കുടുംബത്തെ സംരക്ഷിച്ച് നിർത്തുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് നമ്മൾ തുടരുകയാണ്. ഒരു ചെറിയ വീടായിരുന്നു ഏട്ടൻ്റെ വലിയ സ്വപ്നം. അതിപ്പം ദേ പൂവണിയുന്നു. സ്വന്തമായൊരു കുഞ്ഞു വീട് സുധിയുടെ സ്വപ്നമായിരുന്നു. അകാലത്തിൽ വിട പറഞ്ഞെങ്കിലും സുധിയുടെ കുടുംബത്തിനായി ആ സ്വപ്നം നിറവേറ്റാൻ ഫ്ലവേഴ്സ് 24 കണക്റ്റും വിവിധ കൂട്ടായ്മകളും കൈകോർത്തു. 1 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ചങ്ങനാശ്ശേരിക്കടുത്ത് തെങ്ങണ മാടപ്പള്ളിയിൽ സുധിലയം പൂർത്തിയായി. ഫ്ലവേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ കറണ്ട് വേണം, അതേപോലെ വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോട്ടർ വേണമെന്ന്. അതൊക്കെ ഫ്ലവേഴ്സ് നമുക്ക് ചെയ്തു തന്നു. പിന്നെ എല്ലാവിധ സപ്പോർട്ടും നമുക്ക് ഫ്ലവേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും, പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലെ അംഗങ്ങൾ, കേരള ഹോം ഡിസൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പിലെ അംഗങ്ങൾ എല്ലാവരും കൂടെ എന്താ പറയുക, ഈ വീട് എന്ന സ്വപ്നം വളരെ മനോഹരമായിട്ട് പൂർത്തീകരിച്ചു. രാവിലെ 10:45 കേരള ഹോം ഡിസൈൻസ് ഭാരവാഹികളും മിമിക്രി കലാകാരന്മാരുടെ സംഘടന മായുടെ ചുമതലക്കാരായ കലാഭവൻ KS പ്രസാദ് അടക്കമുള്ളവരും ചേർന്ന് സുധിയുടെ കുടുംബത്തിന് താക്കോൽ കൈമാറി. ഫ്ലവേഴ്സ്, നമ്മുടെ 24 എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ അതുപോലെ തിരുമേനി നമുക്ക് സ്ഥലം തന്നു. അതുപോലെ നമ്മുടെ KHDC ഫിറോസിക്കാട് നേതൃത്വത്തിലുള്ള KHDC നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള മനോഹരമായൊരു വീട്. ആംഗ്ലിക്കൻ സഭാ ബിഷപ്പ് റവറൻ നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ വെഞ്ചിരിപ്പ് കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ചു. 1050 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചതാണ് പുതിയ വീട്. സഹായം ആവശ്യമുള്ളവരെയും സഹായിക്കാൻ സന്മനസ്സുള്ളവരെയും അണിനിരത്തിയുള്ള 24 കണക്റ്റിന്റെ ആദ്യ സംരംഭങ്ങളിലൊന്നാണ് സുധിയുടെ വീട്. എസ് ശ്രീകാന്ത്, 24 കോട്ടയം. എന്തായാലും ബിഷപ്പ് റവറൻ നോബൽ ഫിലിപ്പ് അമ്പലവിൽ സൗജന്യമായി നൽകിയ 7 സെൻറ്റ് സ്ഥലത്ത് കേരള ഹോം ഡിസൈൻസ് ഫിറോസിന് നേതൃത്വം നിർമ്മിച്ച മനോഹരമായ വീടാണ് ഇന്ന് കൊല്ലം സുധിയുടെ ധർമ്മപത്നിക്ക് താക്കോൽ കൈമാറിയത്. മായുടെ അണിയറ പ്രവർത്തകരെല്ലാവരും ഉണ്ടായിരുന്നു. ടിനി ടോം, അതുപോലെ KR പ്രസാദ്, അതുപോലെ പ്രജോത് കലഭവൻ, പാഷാണം ഷാജി എന്ന നമ്മുടെ കലാകാരൻ തുടങ്ങിയവരെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുത്തു. സന്തോഷം. താങ്ക്സ് ടു ആൾ. പത്തനംതിട്ട തിരുവല്ലയിൽ 5 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിനെ തൊഴിച്ചു കൊന്ന സംഭവത്തിൽ യുവാവ് അറസ്റ്റിലായി. യുവതിക്കൊപ്പം താമസിക്കുന്ന തിരുവല്ല പൊടിയാടി സ്വദേശി വിഷ്ണു ബിജുവാണ് അറസ്റ്റിലായത്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചേരുന്നു. പറയൂ ശ്രീജിത്ത്.
SKN 22-നാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ഈ പെൺകുട്ടി ഉണ്ടായിരുന്നത്. 5 മാസം പ്രായം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മാസങ്ങളായി ഇയാൾ ഈ പെൺകുട്ടിക്കൊപ്പം താമസിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തൊഴിച്ചതോടുകൂടി ഈ കുഞ്ഞ് മരിക്കുകയായിരുന്നു. അങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വന്നിരിക്കുന്നത്. അതിനുശേഷം കുഞ്ഞിനെ പുറത്തെടുത്തു. യുവതിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിലില്ല. പക്ഷേ അവരിപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്, അവിടെ ചികിത്സയിലാണുള്ളത്. എന്തായാലും പോലീസ് മൊഴി രേഖപ്പെടുത്തിയ ശേഷം കോട്ടയത്ത് പോയി തിരുവല്ല പുളിക്കീഴ് പോലീസാണ് മൊഴി രേഖപ്പെടുത്തിയത്. അതിനുശേഷമാണ് ഈ പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒളിവിലായിരുന്നു ഇയാളെ ഇന്ന് ഉച്ചയോടുകൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റിമാൻഡ് അടക്കമുള്ള മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം ഈ വിഷയത്തിൽ നടത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഈ പ്രതികരണ വേദിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾക്കും വിവാദങ്ങൾക്കും പിന്നാലെ സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന പരാതികൾ അന്വേഷിക്കാൻ ഒരു 7-അംഗ ടീമിനെ സർക്കാർ സജ്ജമാക്കിയിരിക്കുന്നു. ഈ 7-അംഗ പ്രത്യേക സംഘം IG സ്പർജൻ കുമാർ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കും. ഇതിൽ 4 വനിതാ IPS ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക. പരാതിക്കാർക്ക് രഹസ്യ സ്വഭാവത്തിൽ അന്വേഷണ സംഘത്തെ ബന്ധപ്പെടാൻ വഴിയൊരുക്കും. ഈ 4-അംഗ സംഘത്തിൽ സ്ത്രീകളുള്ളതുകൊണ്ട് തന്നെ വനിതാ IPS ഉദ്യോഗസ്ഥരാണ് 4 വനിതകളുള്ളത്. എന്തായാലും 7-അംഗ ടീമാണ്. പരാതിയുണ്ടെങ്കിൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസെടുക്കുന്നതും പരിഗണനയിൽ വന്നിട്ടുണ്ട്. നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനുള്ള തീരുമാനമുണ്ടായത്. അല്പം മുമ്പ് സംസ്ഥാന മുഖ്യമന്ത്രിയും സംസ്ഥാന പോലീസ് മേധാവിയും നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഇത്തരമൊരു തീരുമാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി ഷെവീദ് റാവുത്തർ തത്സമയം ചേരുന്നു. ഷെവീദ്, വിശദാംശങ്ങൾ. ഇപ്പോൾ ഈ പോലീസ് അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഇനി ഈ സംഘം എങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ഘടന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. അതിൽ ഏറ്റവും പ്രധാനമായും തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഒരു യോഗം ചേരും എന്നുള്ള വിവരം നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ആ യോഗത്തിലായിരിക്കും ആർക്കൊക്കെ എന്തൊക്കെ ചുമതലകൾ, പ്രാഥമികമായി അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ഏതൊക്കെ പരാതികളിൽ ഏതൊക്കെ ആക്ഷേപങ്ങളിൽ അന്വേഷണത്തിനുള്ള നീക്കം, ഇതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. ഏതായാലും 4 വനിതാ IPS ഉദ്യോഗസ്ഥരും ഈ സംഘത്തിലുണ്ട്. അവരായിരിക്കും ഈ സ്ത്രീകളോടക്കം കൃത്യമായ കമ്മ്യൂണിക്കേഷനുകൾ നടത്തുക. അതായത് ലൈംഗിക ചൂഷണ പരാതികൾ, ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ അത് ഉന്നയിച്ച സ്ത്രീകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള വിവരമാണ് നമുക്ക് നൽകുന്നത്. മറ്റ് ചുമതലകൾ ആർക്കൊക്കെ, പ്രത്യേകിച്ച് അതിൻ്റെ മേൽനോട്ടമുണ്ട്, അതിൻ്റെ ആരുടെ നേതൃത്വത്തിലാണെന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ സ്പർജൻ കുമാറിൻ്റെ നേതൃത്വത്തിലാണെന്നുള്ള കാര്യമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അക്കാര്യത്തിലൊക്കെ ആരൊക്കെ എന്തൊക്കെ ചുമതലകൾ എന്നുള്ള കാര്യത്തിൽ ഈ യോഗത്തിൽ തീരുമാനമുണ്ടാകും. ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചൊരു ക്ലോസ് മോണിറ്ററിംഗ് ഈ സംഭവത്തിൽ ഉണ്ടാവുകയും ചെയ്യും. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാനത്തുണ്ടാക്കിയ ചില ചലനങ്ങൾ അതടക്കമുള്ള കാര്യങ്ങൾ ഈ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് CPM ഇനി ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു പഴി അതവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി ഗൗരവമായി ഈ വിഷയത്തിൽ തുടർന്നു പോകാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യം. SKN ഷെവീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ അടുത്ത ദിവസങ്ങളിൽ ഉയർന്നു വന്ന പരാതികൾക്കെല്ലാം അന്വേഷണത്തിന് 7-അംഗ ടീമായി എന്നുള്ളതാണ് വാർത്ത. ഇതോടെ ഈ പ്രതികരണ വേദിയുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.